സർക്കാർ നിതാന്ത ജാഗ്രതയിലാണെന്നും പരമേശ്വർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ ശ്രീലങ്കയിലെത്തിയെന്ന സംശയത്തെ തുടർന്ന് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ചെന്നൈ കൊളംബോ വിമാനത്തിലായിരുന്നു പരിശോധന. ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിന്റെ അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയതെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ ശ്രീലങ്കയിലെത്തിയെന്ന സംശയത്തെ തുടർന്ന് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ചെന്നൈ കൊളംബോ വിമാനത്താവളത്തിലായിരുന്നു പരിശോധന. ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിന്റെ അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയതെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ാണ് ചെന്നൈ സൈന്യവും അതുപോലെ തന്നെ പോലീസും കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചെന്നൈയിൽ നിന്ന് കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിലായിരുന്നു പരിശോധന. അതായത് ഈ ഭീകരാക്രമണം നടത്തിയ ഭീകരരിൽ ഒരാൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിമാനത്തിൽ വിശദമായ പരിശോധന സൈന്യവും പോലീസും ചേർന്ന് നടത്തിയത്. പക്ഷേ ഒന്നും കണ്ടെത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സൈന്യം ഈ ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത്. അവർ അല്പസമയം മുമ്പ് ഒരു പത്രപ്രസ്താവന ഇറക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററാണ് വിമാനങ്ങളുടെ ATC. ചെന്നൈ ATC ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇന്ത്യ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ള വിവരം ഈ കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം കൊളംബോ എയർപോർട്ടിൽ എത്തിയ ഘട്ടത്തിൽ സൈന്യവും അതുപോലെ തന്നെ പോലീസും എത്തി പരിശോധന നടത്തിയത്. ഈ സൈന്യം വിമാനത്തിനുള്ളിൽ വിശദമായി തന്നെ പരിശോധന നടത്തി. പക്ഷേ നിലവിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സർവീസ് നിലവിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ UL 122 എന്ന വിമാനത്തിലാണ് ഈ ഇത്തരത്തിലൊരു സംശയം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇന്ന് 12 മണിയോടുകൂടിയാണ് വിമാനം കൊളംബോ വിമാനത്താവളത്തിൽ എത്തിയത്. അപ്പോൾ തന്നെ അതിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പരിശോധന ശക്തമായി തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും രാജ്യത്തിന് പുറത്തുമൊക്കെയായി പരിശോധന നടക്കുകയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ 6 ഭീകരർക്കായി. അതിനിടയിലാണ് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. ആന്റണി, 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുമ്പോഴും പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആശയവിനിമയം അടക്കം നിർത്തലാക്കിയ ഒരു സംവിധാനമടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായും നേരത്തെയാണ് ഈ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായും ഇന്ത്യ അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന്, ഇന്ത്യൻ പോർട്ടുകളിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ ശക്തമായ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു നടപടി പാകിസ്ഥാന്റെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. പാകിസ്ഥാനുമായുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ നിർത്തലാക്കാൻ, ആ സംവിധാനത്തിന്റെ ഭാഗമായി പോസ്റ്റൽ അതുപോലെ തന്നെ പാഴ്സൽ സേവനങ്ങൾ, കര വ്യോമ മാർഗത്തിലൂടെയുള്ള പാഴ്സൽ പോസ്റ്റൽ സേവനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ പാകിസ്ഥാനുമായുള്ള ഇമെയിൽ കോൺടാക്റ്റുകളും അവസാനിപ്പിക്കാനായി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു വിവരം ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിക്കുന്നത്, ഇന്റലിജൻസ് ഏജൻസികൾക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം ചെന്നൈ ATCക്ക് കൈമാറി. ചെന്നൈ ATC ഈ വിവരം ശ്രീലങ്കൻ കൊളംബോ വിമാനത്താവളത്തിലെ ATCക്ക് കൈമാറുകയാണ് ഉണ്ടായത്. എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറുകയാണ് ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിൽ നിന്നുള്ള ശ്രീലങ്കൻ എയർലൈൻസിന്റെ കൊളംബോ വിമാനത്താവളത്തിൽ എത്തിയ ഘട്ടത്തിൽ ആ വിമാനത്തിൽ പരിശോധന നടത്തിയത്. ഏതായാലും ഭീകരർ ഒരാൾ ഇതിലുണ്ട് എന്നുള്ളൊരു സംശയമാണ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഏതായാലും ഇപ്പോൾ ആ വിമാനത്തിൽ നിന്ന് നിലവിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ആന്റണി, പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ ശ്രീലങ്കയിലെത്തിയെന്ന സംശയത്തെ തുടർന്ന് കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന. ശ്രീലങ്കൻ എയർലൈൻസിന്റെ ചെന്നൈ കൊളംബോ വിമാനത്തിലായിരുന്നു പരിശോധന. ചെന്നൈ ഏരിയ കൺട്രോൾ സെന്ററിന്റെ അറിയിപ്പിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയതെന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു.
വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. റാപ്പർ വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ കേസെടുത്തതിൽ തെറ്റില്ലെന്ന വനം മേധാവിയുടെ റിപ്പോർട്ട്. കേസെടുത്തത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്ന വനം മേധാവി. വേടനെതിരെ വനം വകുപ്പ് ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ല. അന്വേഷണത്തിന് മുൻപ് മാധ്യമങ്ങളോട് വിശദാംശങ്ങൾ പറഞ്ഞതും തെറ്റാണെന്ന് വനം വകുപ്പ് മേധാവി വ്യക്തമാക്കി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അതിര പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ കേസെടുത്തതിൽ തെറ്റില്ല എന്നുള്ള റിപ്പോർട്ടാണ് വനം മേധാവി തയ്യാറാക്കിയിരിക്കുന്നത്. വനം മേധാവി തയ്യാറാക്കിയ റിപ്പോർട്ട് വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിൽ വനം മന്ത്രി തന്നെ ഒരു വിശദീകരണം നടത്തുകയും ഈ എടുത്ത കേസിൽ ചില